ഹലോ ഫ്രണ്ട്സ്, എംപുരാൻ ബുക്കിംഗ് തുടങ്ങിയിട്ട് 24 കവർ കഴിഞ്ഞുള്ള പ്രീസെയിൽ കളക്ഷനായിട്ടാണ് എത്തിയിരിക്കുന്നത്. ലിയോ ആയുള്ള താരതമ്യവും ചെയ്യാം. ജനനായകൻ OTT-യിൽ വൻ റെക്കോർഡ് ഇടാൻ പോകുന്ന അപ്ഡേറ്റും ഫസ്റ്റിങ്ങളെ കുറിച്ച് കിട്ടിയ അപ്ഡേറ്റുമാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് എംപുരാൻ FDFs തയ്യാറാകുന്ന മലയാളികൾക്ക് എംപുരാൻ FDFs പോകുമ്പോൾ ഇടാൻ പറ്റിയ കിഡ്ലൻ മോഹൻലാൽ ടീ-ഷർട്ട് പ്രൊഡക്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എംപുരാൻ കേരള ബുക്കിംഗ് തുടങ്ങിയിട്ട് 24 അവർ കഴിഞ്ഞിരിക്കുകയാണ്. പറഞ്ഞ പോലെ തന്നെ ലിയോയുടെ കേരള പ്രീസെയിൽ റെക്കോർഡ് തകർക്കാൻ ഇനി മണിക്കൂറുകൾ മതി. ലിയോയുടെ കേരള ഫൈനൽ പ്രീസെയിലായ 8.8 CR ഇനി വെറും ലക്ഷങ്ങൾ മതി എംപുരാന് മറികടക്കാനുള്ളത്. എംപുരാൻ ബുക്കിംഗ് ഇപ്പോഴുള്ള 11 മണിക്കൂർ ട്രാക്കിംഗ് പരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കേരള പ്രീസെയിൽ 8.5 കോടിക്കാണ് എത്തിയിരിക്കുന്നത്. അതായത് ഫാസ്റ്റസ്റ്റ് 8 CR പ്രീസെയിൽ കേരള റെക്കോർഡ് ഇനി മുതൽ എംപുരാന്റെ കയ്യിലാണ്. ഇന്നത്തോടെ 10 CR പ്രീസെയിൽ വരുമെന്നാണ് പറയുന്നത്. FD ആയിട്ട് 15 CR കേരളത്തിൽ നിന്ന് മാത്രം വരുമെന്നാണ് പറയുന്നത്. അതായത് ലിയോക്കാളും 3 CR കേരളത്തിൽ കൂടുതൽ ഇടാൻ പോകുന്നു. അങ്ങനെ ലിയോ കേരള റെക്കോർഡ് നമ്മുടെ കയ്യിൽ നിന്ന് പോയെങ്കിലും അന്യഭാഷ ഓൾ ടൈം റെക്കോർഡ് ഇപ്പോഴും ലിയോയുടെ പേരിൽ തന്നെയാണ്. അത് തകർക്കാൻ മറ്റൊരു നോൺ മലയാളികൾക്ക് സാധിക്കില്ല. വിജയുടെ ഹൈപ്പ് പടം തന്നെ വരണം. അപ്പോൾ എംപുരാൻ ലിയോയുടെ FD റെക്കോർഡ് മാത്രം വെട്ടിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ, ലിയോ FD റെക്കോർഡ് മാത്രമല്ല കേരളത്തിൽ ഇട്ടിരിക്കുന്നത്. ഏറ്റവും വലിയ സെക്കൻഡ് ഡേ കളക്ഷൻ, തേർഡ് ഡേ കളക്ഷൻ, ഫോർത്ത് ഡേ കളക്ഷൻ, വീക്കെൻഡ് കളക്ഷൻ, ഫാസ്റ്റസ്റ്റ് കേരള 50 CR, ഇതെല്ലാം തന്നെ കേരളത്തിൽ ലിയോ ഓൾ ടൈം റെക്കോർഡാണ്. എംപുരാൻ പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ ഉറപ്പായും നോക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ നോക്കാം. നെക്സ്റ്റ്, ജനനായകൻ OTT റൈറ്റ്സ് വൻ തുകയ്ക്കാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ജനനായകൻ OTT നെറ്റ്ഫ്ലിക്സ് ആയിട്ടാണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത്. കോളിവുഡ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ റൈറ്റ്സ് ആണ് ജനനായകന് വരാൻ പോകുന്നത്. ഓൾമോസ്റ്റ് 200 കോടിക്ക് മുകളിലാണ് ടോക്സ് ഉള്ളത്. ഫൈനൽ റൈറ്റ്സ് എത്ര വരുമെന്ന് ഡീൽ നടന്നാൽ അറിയുള്ളൂ. എന്തായാലും ഓൾ ടൈം റെക്കോർഡ് റോഡിങ്. നെക്സ്റ്റ്, ജനനായകൻ ഫസ്റ്റിങ്കിൽ മുൻപത്തെ വീട്ടിലൊക്കെ പറഞ്ഞ പോലെ April 14 അവരുടെ പ്ലാൻസ് എല്ലാം തന്നെ. പക്ഷെ June 22 വിജയുടെ ബർത്ത്ഡേക്ക് കൂടാനുള്ള സെക്കൻഡ് പ്ലാനിങ് ഉണ്ട്. നിലവിൽ സോങ്ങിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ സോങ് വിജയുടെ ട്രിബ്യൂട്ട് സോങ് പ്ലസ് ഫാൻസിന് സെലിബ്രേഷൻ ആവുന്ന വിജയുടെ കരിയറിൽ തന്നെ മറക്കാൻ പറ്റാത്ത വമ്പൻ സോങ് ആണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രീവിയസ് ബെസ്റ്റ് സോങ്സിനെ എല്ലാം തന്നെ കടത്തി വെട്ടാൻ വേണ്ടി പരമാവധി നോക്കിയിട്ടുണ്ടത്രേ. അൺഇൻഡ്യൂസ് ആയതുകൊണ്ട് തന്നെ സോങ് കിടിലമാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അപ്ഡേറ്റ്. ഇതിനെക്കുറിച്ച് എന്തൊക്കെ തോന്നുന്നത് കമൻറ്റ് ചെയ്യുക. അതുപോലെ ലൈക്ക് ഷെയർ ചെയ്യുക. താഴെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഇടുക. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്കിനി കാണാം.